ഹായ് നമസ്കാരം. അവിയൽ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായി നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് എല്ലാം നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കണം. ഇനി നമുക്ക് ഈ വെജിറ്റബിൾസ് ഒരു ഫ്രൈ പാനിലേക്ക് മാറ്റാം. ഫ്രൈ പാനിന് പകരം മൺചട്ടിയോ വേറെ ഏത് പാത്രം വേണമെങ്കിലും നമുക്ക് യൂസ് ആക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അല്ലി കറിവേപ്പില, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പച്ചക്കറി വേവാൻ മാത്രം ഉള്ള വെള്ളം, ഒത്തിരി വെള്ളം ചേർക്കരുത്. പച്ചക്കറി വേവാനുള്ള അത്രയും വെള്ളം മാത്രം ചേർത്താൽ മതി. അടുത്തതായി ഇതിലേക്കൊരു 2 സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വെജിറ്റബിൾസും എല്ലാം ഒന്ന് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. ഇനി ഫ്രൈ പാൻ അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് വെജിറ്റബിൾസ് വേവുന്നത് വരെ നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. നമ്മൾ വെജിറ്റബിൾസ് വേവാൻ ആവശ്യമായ വെള്ളം മാത്രമേ എടുത്തിട്ടുള്ളൂ. അതിനാൽ ഇടയ്ക്കിടെ നമ്മൾ അടപ്പ് തുറന്ന് ഇതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇനി നമുക്ക് അവിയലിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം. അതിനായി ഞാൻ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചെറിയ കുഞ്ഞുള്ളി ഒരു 4-5 എണ്ണം എടുക്കാം. എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഞാൻ ഇവിടെ 3 എണ്ണമാണ് എടുത്തത്. പിന്നെ 1/4 സ്പൂൺ ചെറിയ ജീരകം, നല്ല ജീരകം എന്ന് പറയുന്നത് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് വെള്ളം ഒട്ടും തന്നെ ചേർക്കണില്ല. നമ്മൾ ചമ്മന്തിയുടെ ഒക്കെ ഒരു കൺസിസ്റ്റൻസിയിൽ ഇത് അരച്ചെടുക്കുകയാണ് വേണ്ടത്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് അരച്ചെടുക്കേണ്ടത്. വെജിറ്റബിൾസ് നല്ലപോലെ വെന്തെന്ന് ഉറപ്പായാലേ നമുക്കിനി നമ്മുടെ ഈ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തതിന് ശേഷം വീണ്ടും നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം ഒരു 5 മിനിറ്റ് നേരം ഇതൊന്ന് അടച്ചു വെച്ച് വീണ്ടും വേവിക്കണം. 5 മിനിറ്റിന് ശേഷം ഇതിലേക്ക് നമുക്ക് പുളിപ്പിന് ആവശ്യമായിട്ടുള്ള തൈര് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു അല്ലി ഫ്രഷ് കറിവേപ്പില ചേർത്ത് കൊടുക്കണം. കുറച്ച് വെളിച്ചെണ്ണയും ചേർക്കണം. ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കണം, പച്ച വെളിച്ചെണ്ണ. എന്നിട്ട് ഒത്തിരി സമയം വേവിക്കരുത്, ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണം. ഇത്രയേ ഉള്ളൂ അവിയലിൻ്റെ ഒരു റെസിപ്പി. അപ്പോൾ ഇനി നമുക്കിത് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാ നമ്മുടെ അവിയൽ റെഡിയായി കഴിഞ്ഞ് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നൊരു റെസിപ്പിയാണ്. വളരെ ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻറ്റ് അറിയിക്കണേ. ഓക്കെ, ബൈ.